ഹിസ്റ്ററിയിലെ BA ഹിസ്റ്ററിയിലെ 4th സെമ്മിലെ പേപ്പറാണ് റിസർച്ചിങ് ദ പാസ്റ്റ്. അതിലെ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ 8ാമത്തെ ചോദ്യത്തിലാണ് ഫെർഡിനൻഡ് ഡി സസറയെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി അദ്ദേഹം ഒരു ലിംഗ്വിസ്റ്റ് ആണ്, ഭാഷാ പണ്ഡിതൻ എന്നർത്ഥം. ഹീസ് വൈഡ്ലി റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്. മോഡേൺ ലിംഗ്വിസ്റ്റിക്സിന്റെ പിതാവ് എന്ന് വ്യാപകമായി അറിയപ്പെടുന്നു അദ്ദേഹം. His work laid the foundation for structural linguistics, അതായത് ഘടനാപരമായ ഭാഷാ ശാസ്ത്രം അതിൻ്റെ പിതാവെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിനൊരു അടിത്തറ ഭാഗ്യം എന്ന് പറയാം. ലിംഗ്വിസ്റ്റിക്സിന്റെ ചരിത്രം എന്നതിനപ്പുറത്തേക്ക് ലിംഗ്വിസ്റ്റിക്സിന്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ച് വലിയ കോൺട്രിബ്യൂഷൻസ് ആണ് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ നൽകിയത് എന്നാണ് പറഞ്ഞു പറയണേ. അപ്പോൾ തന്നെ ആന്ത്രപ്പോളജിയിലും അദ്ദേഹത്തിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിയുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ കീ കോൺട്രിബ്യൂഷൻസ് പറയുകയാണെങ്കിൽ, ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിലാണ് ഏരിയയിലാണ് അദ്ദേഹത്തിന്റെ പ്രമുഖ സംഭാവന നിൽക്കുന്നത്. സസറെ ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ്. സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന സങ്കല്പം ആദ്യമായി കൊണ്ടുവരുന്നത് പോലും ഇദ്ദേഹമാണ്. ഇത് എന്താണ് ഈ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അതായത് ഭാഷ എന്ന് പറയുന്നത് അതിനൊരു കൃത്യമായ ഘടനയുണ്ടെന്നും അതിൻ്റെ ചരിത്രപരമായ വികാസത്തെക്കുറിച്ച് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അതെങ്ങനെയാണ് ഭാഷ അതിൻ്റെ ഘടന ഇരിക്കുന്നത്, ഓരോ വാക്കും ഒരു ശബ്ദത്തെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളാണ് എന്നത് ഒരു വശം, മറുവശത്ത് അത് ഒരു മീനിങ്ങിനെ അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ സംവഹിക്കുന്നുണ്ട്, കൺവേ ചെയ്യുന്നുണ്ട് എന്നും. അതായത് ഒരു വേർഡിന് വാസ്തവത്തിൽ അത് സയൻസ് ആണെന്ന് പറയുകയാണ്. ആ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശബ്ദത്തിന്റെ കോഡാണ് വേർഡ് എന്ന് പറയുന്നത്. അത് തന്നെ നമ്മൾ വാക്കിന്റെ ആ ക്വാളിറ്റീനെ നമ്മൾ വാക്ക് ഒരു സിഗ്നിഫയർ ആണ് എന്ന് പറയാം. അതുപോലെ തന്നെ വാക്ക് ഒരു സിഗ്നിഫൈഡുമാണ്. എന്താണ് സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ? വാക്ക് ഒരു പ്രത്യേക ശബ്ദത്തെ സൂചിപ്പിക്കുന്ന കോഡാണ് എന്ന് പറഞ്ഞതുപോലെ അത് ഒരർത്ഥത്തെയും കൂടി സൂചിപ്പിക്കുന്ന കോഡാണ് വാക്ക്. അതാണ് സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞ മീനിങ്. സോ സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ട് സിമ്പിൾ ആണ് വേർഡ്. സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ വാക്കിന് ഒരു മീനിങ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി ഇദ്ദേഹത്തിന്റെ ഈ പഠനങ്ങളുടെ കൊണ്ട് ലോകത്തിന് എന്ത് ലെഗസിയാണ് കിട്ടിയത്? ഫെർഡിനൻഡ് ഡെ സസറയുടെ ആശയങ്ങൾ have had a profound impact on linguistics. ഭാഷാശാസ്ത്രത്തിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയത്. ലിംഗ്വിസ്റ്റിക്സിൽ മാത്രമാണോ? അല്ല, ഇദ്ദേഹം ഭാഷാ പണ്ഡിതൻ മാത്രമല്ല, ഞാൻ പറഞ്ഞു ആന്ത്രപ്പോളജിസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് നരവംശ ശാസ്ത്രത്തിൽ ആന്ത്രപ്പോളജിയിലും സോഷ്യോളജിയിലും ഫിലോസഫിയിലും ഒക്കെ ഇദ്ദേഹത്തിന്റെ പഠനങ്ങൾ വലിയ വഴിത്തിരിവാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഫെർഡിനൻഡ് ഡെ സസറയുടെ വർക്കുകൾ ഇനിയും നമ്മുടെ ഭാഷാ മേഖലയിലെ നമ്മുടെ ധാരണകളെ ഇനിയും ഷെയ്പ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ് തുടങ്ങിയ ആശയങ്ങളെ കുറിച്ചൊക്കെ ഇനിയും അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ധാരാളം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 9ാമത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ദി കണ്ടിൻജൻസി തിയറി. എന്താണ് അനിശ്ചിതത്വ സിദ്ധാന്തം എന്ന് പറയുന്നത്? നമ്മൾ ഏത് ഗവേഷണവും അതിന്റെ അന്തിമ ഫലം എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. അത് അന്തിമ ഫലം, ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അനിശ്ചിതമാണ് എന്നുള്ളതാണ് പറഞ്ഞു പറയുന്നത്. സോ അതുകൊണ്ട് ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ദിസ് തിയറി എംഫസൈസസ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ ഈവൻസ് ആർ നോട്ട് പ്രീ ഡിറ്റർമൈൻഡ്. ചരിത്ര സംഭവങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചതല്ല എന്നതിലാണ്, പ്രീ ഡിറ്റർമൈൻ ചെയ്തതല്ല, ബട്ട് എമർജ് ഫ്രം എ കോംപ്ലക്സ് ഇന്റർപ്ലേ ഓഫ് ഫാക്ടേഴ്സ്. കാരണം ചരിത്ര സംഭവങ്ങൾ അത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ആകസ്മികമായി ഉണ്ടായതാണ്. ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ സ്വാധീനത്താൽ അല്ല അതുണ്ടായത്. വേൾഡ് വാർ 1 എടുത്താലും വേൾഡ് വാർ 2 എടുത്താലും അത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിംഗിൾ എലമെന്റിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഉണ്ടായതല്ല. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഒത്തുചേരുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ ടെക്നോളജി പോലും അതിൻ്റെ ഭാഗമാണ് എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പോൾ ചരിത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഏതോ ചില രാഷ്ട്രീയപരമായ ഇടപെടലുകൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല, മറിച്ച് കോംപ്ലക്സ് ആയ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിറകിൽ ഉണ്ട്. സോ
ഈവൻസ് ആർ ഡിപ്പെൻഡന്റ് ഓൺ മൾട്ടിപ്പിൾ പാത്സ് ഓർ കോസസ്. ഓരോ ചരിത്ര സംഭവങ്ങളും മൾട്ടിപ്പിളായ കാരണങ്ങളാൽ ആശ്രിതമാണെന്ന് പറയാം. റാദർ ദാൻ എ സിംഗിൾ ഇന്നവേറ്റബിൾ പാത്ത്. ചരിത്രത്തിന് ആ ഒരു പാത മാത്രമേ ഉള്ളൂ, അതിലേ കൂടിയേ പോകാമായിരുന്നുള്ളൂ, അതുകൊണ്ട് ചരിത്രം അതിലേ പോയി എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല. ഓക്കെ, ചരിത്രത്തിന് മുന്നോട്ട് പോകുവാൻ ഒത്തിരി വ്യത്യസ്ത പാതകൾ ഉണ്ടായിരുന്നു. പക്ഷെ യാദൃശ്ചികമായിട്ടാണ് ഒരു പ്രത്യേക സംഭവം പൊടുന്നനെ രൂപപ്പെടുമ്പോൾ അത് പെട്ടെന്ന് ചരിത്രത്തിൽ വഴിത്തിരിവുണ്ടായത് മറ്റൊരു പാതയിലൂടെ പോകുന്നത്. ചരിത്രത്തിന് എത്ര വ്യത്യസ്ത പാത അത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. ചരിത്രം എന്ന് പറയുന്നത് കൃത്യമായ ഒരു ബിഗിനിങ്ങിൽ നിന്ന് കൃത്യമായ ഒരു എൻഡിലേക്ക് തൊടുത്തുവിട്ട അസ്ത്രമാണെന്ന് പറയാൻ സാധിക്കില്ല. അത് കണ്ടിൻജൻസി അതിനകത്ത് നിൽക്കുന്നുണ്ട്. അനിശ്ചിതത്വം ഉണ്ട്. എങ്ങോട്ടും ചരിത്രത്തിന് വഴിതിരിഞ്ഞ് പോകാൻ കഴിയും. സോ ഇതാണ് കണ്ടിൻജൻസി പറയുന്നത്. ഹിസ്റ്റോറിക്കൽ റിസർച്ചിലെ ഈ കണ്ടിൻജൻസി തിയറി എന്ന് പറയുന്നത് എംഫസൈസസ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ ഈവൻസ് ആർ ദ റിസൾട്ട് ഓഫ് സച്ച് കോംപ്ലക്സ്, അൺപ്രഡിക്റ്റബിൾ ആൻഡ് കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ഇന്ററാക്ഷൻസ് അമംഗ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. വിവിധങ്ങളായ ഘടകങ്ങളുടെ സ്വാധീനത്താലാണ് ചരിത്രം സംഭവങ്ങൾ അരങ്ങേറുന്നത്, ഉണ്ടായിപ്പോയത്, ഇനിയും ഉണ്ടാകാനിരിക്കുന്നത് എന്ന കാര്യമാണ് കണ്ടിൻജൻസി തിയറി പറയുന്നത്. ദിസ് അപ്രോച്ച് റിജക്ട്സ് പ്രീ ഡിറ്റർമിനിസ്റ്റിക് വ്യൂ ഓഫ് ഹിസ്റ്ററി. ചരിത്രം വിധികൽപിതമാണ് അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന സിദ്ധാന്തത്തെ തള്ളിക്കളയുന്നു കണ്ടിൻജൻസി തിയറി. അഥവാ വിധികൽപിത സിദ്ധാന്തത്തിന്റെ ചരിത്രത്തിന്റെ ഇതിങ്ങനെ സംഭവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഡിറ്റർമിനിസ്റ്റിക് കാഴ്ചപ്പാട് തിയറിയിലെ ജസ്റ്റ് ഓപ്പോസിറ്റ് തിയറിയാണ് കണ്ടിൻജൻസി തിയറി. Instead of highlighting the contingency and nuance of historical events. Okay. Contingency ചരിത്രത്തിന്റെ അനിശ്ചിതത്വത്തെ പകരമായിട്ട് ചരിത്ര സംഭവങ്ങളുടെ ഒരു നേരിയ വ്യത്യാസങ്ങൾ കൊണ്ടുപോലും ചരിത്ര സംഭവങ്ങൾ മാറിപ്പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നു. അതാണ് ന്യൂവൻസി എന്ന് പറയുന്നത്. ഇനി കോംപ്ലക്സിറ്റി. എന്താണ് കോംപ്ലക്സിറ്റി? ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് arise from intricate webs of factors. വളരെ സങ്കീർണമായ ഘടകങ്ങളാൽ രൂപപ്പെടുന്നതാണ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് എല്ലാം തന്നെ. രണ്ടാമത് അൺപ്രഡിക്റ്റബിലിറ്റി ആണ്. ഔട്ട്കംസ് ആർ സർട്ടൻ ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ചരിത്ര സംഭവങ്ങളുടെ ഫലം എന്ന് പറയുന്നത് വിവിധങ്ങളായ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. ദെൻ കോണ്ടെക്സ്റ്റുവാലിറ്റി ആണ്. ഇവന്റ്സ് ആർ ഷേപ്ഡ് ബൈ സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. സംഭവങ്ങൾ ചില പ്രത്യേക ചരിത്ര സന്ദർഭങ്ങളാൽ ഷേപ്പ് ചെയ്യപ്പെടുന്നവയാണ്. പിന്നെ അടുത്തത് ഗ്ലോസറി. 10ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഗ്ലോസറി എന്താണെന്നാണ്. ഗ്ലോസറി എന്താണ് എന്ന് നമുക്ക് നോക്കാം. എ ഗ്ലോസറി ഈസ് എ ക്രൂഷ്യൽ കമ്പണന്റ് ഇൻ റിസർച്ച്. റിസർച്ചിൽ വളരെ നിർണായകവും അത്യാവശ്യം വേണ്ടുന്നതുമായ നമ്മുടെ റിസർച്ചിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് അതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സങ്കീർണങ്ങളായ ടെക്നിക്കൽ ടേംസും മറ്റുമൊക്കെ, അതിൻ്റെയൊക്കെ അർത്ഥവിവക്ഷ എന്താണ്, സാന്ദർഭിക അർത്ഥം എന്താണ് എന്നൊക്കെ വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അത് വായിക്കുന്ന വായനക്കാരന്, റിസർച്ച് പേപ്പർ വായിക്കുന്ന വായനക്കാരന്, റീഡറിന് സങ്കീർണതകൾ ഇല്ലാതെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആംബിഗിറ്റികൾ ഉണ്ടാകാൻ പാടില്ല. എന്താണ് ആംബിഗിറ്റി? കൺഫ്യൂഷൻ. എസ്പെഷ്യലി ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ടു എൻഷുർ ക്ലാരിറ്റി. അതുകൊണ്ട് ചരിത്ര ഗവേഷണത്തിൽ വ്യക്തതയും സ്പഷ്ടതയും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സംക്ഷിപ്തത, ആശയവിനിമയം ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ആശയം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് പ്രിസിഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല ടെക്നിക്കൽ ടേംസും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, ചുറ്റി വളച്ച് പറയുന്നത് ഒഴിവാക്കാൻ. അപ്പോൾ അതിൻ്റെ സാന്ദർഭിക അർത്ഥം എന്താണെന്ന് വിശദീകരിച്ച് അതിൻ്റെ അവസാന ഭാഗത്ത് അത് വ്യക്തമാക്കേണ്ടത്. അതാണ് ഗ്ലോസറി എന്ന് പറയുന്നത്. പദാവലിയുടെ വ്യക്തമായ അർത്ഥസൂചനയാണ്. ഹിയർ ഈസ് എ സജസ്റ്റഡ് ഫോർമാറ്റ് ഫോർ എ ഗ്ലോസറി. ഒരു ഗ്ലോസറി കൊടുക്കുമ്പോൾ അതൊരു കൃത്യമായ ഫോർമാറ്റിൽ കൊടുക്കണം എന്ന് ഒക്കെയുള്ള ഒരു നിബന്ധനയും നിർദ്ദേശവും ഒക്കെ റിസർച്ച് പേപ്പറുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന് കണ്ടിൻജൻസിയുമായി ബന്ധപ്പെട്ട കാര്യം. The state of being dependent on multiple factors, circumstances or events. അതായത് ഓരോ സംഭവങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനാൽ ആശ്രിതമാണ് അത് എന്ന ആശയമാണ്. രണ്ട്, കോണ്ടെക്സ്റ്റ് ഏതാണെന്നുള്ള സന്ദർഭം, ഏത് സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണ്, ഏത് കൾച്ചറൽ കോണ്ടെക്സ്റ്റിലാണ്, ഏത് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലാണ് പർട്ടിക്കുലർ ആയിട്ടുള്ള ആ പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുന്നത് എന്ന്. ഒരേ വാക്ക് തന്നെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സോഷ്യോളജിക്കൽ കോണ്ടെക്സ്റ്റിൽ അതേ ആ വേർഡിന് ചെറിയ വ്യത്യാസം വരാം. അതേ വേർഡ് തന്നെ അത് ചിലപ്പോൾ സൈക്കോളജി എന്ന സബ്ജക്റ്റിന്റെ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുമ്പോൾ അതിന് വേറെ രീതിയിലാണ് അതിന് എക്സ്പ്ലനേഷൻ പോകേണ്ടത്. സോ ആ കോണ്ടെക്സ്ച്വലൈസേഷൻ വളരെ പ്രധാനമാണ്. ഇവിടെ ഈ വേർഡ് ഉപയോഗിച്ചിരിക്കുന്ന ഇന്ന സെൻസിലാണ് എന്നുള്ള ആ വിശദീകരണം, ആ കോണ്ടെക്സ്റ്റ്
വ്യക്തമാക്കേണ്ടതുണ്ട് ഗ്ലോസറി കൊടുക്കുമ്പോൾ. ഒപ്പം തന്നെ ഡിറ്റർമിനിസം ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിലോസഫിക്കൽ ഐഡിയ ദാറ്റ് ഈവൻസ് ആർ പ്രീഡിറ്റർമൈൻഡ് ആൻഡ് ഇന്നെവിറ്റബിൾ. അതായത് ചരിത്ര സംഭവങ്ങൾ ഒഴിവാക്കാനാവാത്തതാണ്, അത് ഉണ്ടായേ മതിയാകൂ, വിധികൽപ്പിതമാണ് എന്ന് പറയുന്ന ഫിലോസഫിക്കൽ ഐഡിയ ആണ് ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ ബിബ്ലിയോഗ്രഫിയിൽ നൽകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമാണ്. ഹിസ്റ്റോറിക്കൽ കണ്ടിൻജൻസി എന്താണ്? അത് ഡിറ്റർമിനിസത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ദ കോൺസെപ്റ്റ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ആർ ഷേപ്ഡ് ബൈ കോംപ്ലക്സ്, അൺപ്രഡിക്റ്റബിൾ ആൻഡ് കോണ്ടെക്സ്റ്റ് ആൻഡ് ഡിപ്പെൻഡന്റ് ഇന്ററാക്ഷൻസ് among multiple factors. ന്യൂവൻസ് എ സട്ടിൽ ഡിഫറൻസ് ഓർ ഷെയ്ഡ് ഓഫ് മീനിങ് ആണ്, എക്സ്പ്രഷൻ ഓർ ടോൺ ആണ് എന്ന് പറയാം. അതായത് അർത്ഥത്തിന്റെ ചെറിയൊരു വ്യത്യാസം, ഒരു വേർഡിന് ഒരു നേർത്ത വ്യത്യാസം ഉണ്ടെങ്കിൽ, അതിലെ ടോണിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെയാണ് നുവാൻസ് എന്ന് പറയുന്നത്. ദിസ് ഓഫൻ റിക്വയർസ് എ കെയർഫുൾ കൺസിഡറേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതുകൊണ്ട് ആ വാക്ക് ടെക്നിക്കൽ ടേം ആയാലും ശരി, ഏത് ആ സന്ദർഭത്തിലുള്ള പദപ്രയോഗമായ ലോക്കൽ ആയിട്ടുള്ള ഒരു വേർഡ് എക്സ്പ്ലനേഷൻ ആണെങ്കിലും ശരി, അതിൻ്റെ ആ കെയർഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ ആവശ്യമാണ്. ഗ്ലോസറിയുടെ ബെനിഫിറ്റ്സും കൂടി പറഞ്ഞേക്കാം. എന്തിനാണ് ഗ്ലോസറി? ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് കീ ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ്. വായനക്കാരന് ആ കീ ടേംസും കോൺസെപ്റ്റും മനസ്സിലാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ. പ്രിസിഷൻ. ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ആൻഡ് ആംബിഗിറ്റി. അതായത് ദുർവ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങളും ആംബിഗിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്, ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായ ആക്യുറേറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മീനിങ് നൽകണമെങ്കിൽ കൃത്യമായ ഗ്ലോസറി നൽകിയേ മതിയാകും. അതുപോലെ തന്നെ ഈ കൺസിസ്റ്റൻസി കൊണ്ടുവരണമെങ്കിൽ, അതായത് റിസർച്ചിലുടനീളം ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ ത്രൂ ഔട്ട് ആ ഒരു ആശയത്തിന് ഒരു വേർഡ് തന്നെ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ അതിന് ഒരു സ്ഥിരതാ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, കൺസിസ്റ്റൻസി കൊണ്ടുവരണമെങ്കിൽ അതിനകത്തോട്ടൊരു ടെർമിനോളജി അത്യാവശ്യമാണ് എന്നുള്ളതാണ് പറഞ്ഞു പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നൗ പോസിറ്റീവ് റീസണിങ്. 11ാമത്തെ ചോദ്യം. പോസിറ്റീവ് റീസണിങ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ലോജിക്കലും സിസ്റ്റമാറ്റിക്കലുമായിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ ഇന്റർപ്രിട്ടേഷൻ, അനാലിസിസ് നടത്തുന്ന രീതിയാണ് പോസിറ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. പോസിറ്റീവ് റീസണിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ ഇന്റർപ്രിട്ടേഷനും അനാലിസിസും വളരെ ലോജിക്കലും സിസ്റ്റമാറ്റിക്കലുമായിട്ട് നടത്തുക, ശാസ്ത്രീയമായി തന്നെ ആ ഡാറ്റ അനാലിസിസ് നടത്തി അതിനെ വ്യാഖ്യാനിക്കുന്ന രീതിയാണ് പോസിറ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എംപിരിക്കൽ എവിഡൻസ് എന്താണ്? റിലൈങ് ഓൺ വെരിഫയബിൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആൻഡ് സോഴ്സസ്. നമുക്ക് പരിശോധിച്ച് ശരിയെന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന ഡാറ്റ സോഴ്സ്, അതിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് തെളിവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എംപിരിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. പരിശോധിച്ച് ശരിയെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന, ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടുള്ള വെരിഫയബിൾ ആയിട്ടുള്ള എവിഡൻസസ് ഉണ്ടാക്കുക എന്നുള്ളത്, അതിനെ ആശ്രയിക്കുക. ദെൻ ലോജിക്കൽ അനാലിസിസ് ആണ് അടുത്തത്. യൂസിങ് സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ മെത്തേഡ് ടു അനലൈസ്. നമ്മൾ ആ ഡാറ്റ അനാലിസിസിന് എടുക്കുന്ന രീതികൾ, സമ്പ്രദായങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം, ലോജിക്കൽ ആയിരിക്കണം. 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇതിൻ്റെ കാഷ്വൽ റീസണിങ് ആണ്. അതായത് ഐഡന്റിഫൈയിങ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈവൻസ്. സംഭവങ്ങൾ തമ്മിൽ ഒരു കാര്യകാരണ ബന്ധം കണ്ടെത്തി അത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ പോസിറ്റീവ് റീസണിങ്ങിന്റെ ഒരു പോയിന്റ്. 4ാമത്തേത് കോണ്ടെക്സ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സന്ദർഭോചിതമായിട്ട് ഉള്ള ധാരണകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. കൺസിഡറിങ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ഈവൻസ് ആർ ഒക്കേർഡ്. ഏത് സന്ദർഭത്തിലാണ്, ചരിത്ര സന്ദർഭത്തിലാണ് ഇതുണ്ടായത് എന്നുള്ളത് നമ്മൾ പരിഗണനയ്ക്ക് വിധേയമാക്കണം. ഇതുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് റീസണിങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ സോഴ്സ് ക്രിറ്റിസിസം ഒരു പ്രധാനപ്പെട്ടതാണ്. ഇവാലുവേറ്റിംഗ് ദ ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ ഹിസ്റ്റോറിക്കൽ സോഴ്സസ്. ചരിത്രപരമായ വിവരങ്ങൾ നമ്മൾ എവിടെ നിന്ന് ശേഖരിച്ചു എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ സോഴ്സ്. ആ ശേഖരിച്ച എന്താണ് ഹിസ്റ്റോറിക്കൽ സോഴ്സസിന്റെ ക്രെഡിബിലിറ്റിയെ വിലയിരുത്തുന്നു, വിശ്വസനീയതയെ വിലയിരുത്തുന്നു. അതാണ് 2ാമത്തെ പോസിറ്റീവ് റീസണിങ്ങിന്റെ ടെക്നിക്കിലെ വേറൊരു പ്രത്യേകത കണ്ടന്റ് അനാലിസിസ് ആണ്. സിസ്റ്റമാറ്റിക്കലി അനലൈസസ് ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ആൻഡ് ഡോക്യുമെന്റ്സ്. ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റുകളും ഡോക്യുമെന്റുകളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്യും. നമ്മൾ എടുത്ത കണ്ടന്റ് എത്രമാത്രം ശരിയാണ്, കണ്ടന്റിൽ തെറ്റുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നു. 3 കമ്പാരിറ്റീവ് അനാലിസിസ് ആണ്. താരതമ്യ വിശകലനമാണ്. കമ്പയറിംഗ് ഡിഫറെന്റ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഓർ ഫിനോമിന. 4ാമത്തേത് കൗണ്ടർ ഫാക്ച്വൽ അനാലിസിസ് ആണ്. എക്സാമിനിങ് ആൾട്ടർനേറ്റ് സെനാറിയ ഓർ ഔട്ട്കംസ് ആണ്. ബദൽ പശ്ചാത്തലങ്ങളും ഫലങ്ങളും നമ്മൾ പരിശോധിക്കുന്നു എന്നുള്ളത്. ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഒബ്ജക്റ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നു.
വളരെ വാലിഡിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നു നമ്മുടെ റിസർച്ചിന്, ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ നല്ല ഡെപ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നിവയൊക്കെയാണ്. ബൈ അപ്ലൈയിങ് പോസിറ്റീവ് റീസണിങ് ടെക്നിക് ഹിസ്റ്റോറിയൻ ക്യാൻ ഡെവലപ്പ് മോർ റിഗറസ്